അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി അവക്കാഡോ വിത്ത് ഹണി നട്ട്സ് സ്പെഷ്യൽ ജ്യൂസ് 500 മില്ലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അതിനായി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പീസ് അവക്കാഡോ, പിന്നീട് നമുക്ക് ഒരു 20 പീസ് പിസ്ത, ശേഷം നമുക്ക് 10 പീസ് കാഷ്യൂ നട്ട്സ്, പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ, ശേഷം നമുക്ക് വാനില ഐസ്ക്രീം, പിന്നീട് നമുക്ക് ഹണി, ശേഷം നമുക്ക് ഒരു 70 ml വാട്ടർ, പിന്നീട് ക്രഷ് ഐസ്, അതായത് ക്യൂബ് ഐസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു അവക്കാഡോ ഹണി വിത്ത് നട്ട്സ് സ്പെഷ്യൽ ജ്യൂസ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ ഒരു അവക്കാഡോ ഇതുപോലെ ഈ ഒരു കത്തി ഉപയോഗിച്ച് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഇത് 2 വശങ്ങളിലായിട്ട് തിരിച്ചു കൊടുത്താൽ ഇതേപോലെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു കത്തിനെ കൊണ്ട് ഇതിന്റെ കുരുവിന്റെ മുകളിൽ തട്ടിക്കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിരിച്ചു കൊടുത്താൽ ഇതേപോലെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് 1/4 ഭാഗം അവക്കാഡോ ഇതേപോലെ തൊലിയിൽ നിന്നും ചരണ്ടി ഈ ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു വാനില ഐസ്ക്രീം, അതായത് 4 സൈസുള്ള ഒരു കയ്യിൽ വാനില ഐസ്ക്രീം ഇതേപോലെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ ഒരു കാഷ്യൂ നട്ട്സ് അതും ഈ ഒരു ജാറിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ ഒരു പിസ്ത അതും ഈ ഒരു ജാറിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഷുഗർ, നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ അത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതും ഈ ഒരു ജാറിനകത്ത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ ഒരു ഹണി, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് ഹണി ഈ ഒരു ജാറിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ ഒരു 70 ml വാട്ടർ അതും ഈ ഒരു ജാറിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ ഒരു ക്രഷ് ഐസ്, അതായത് നമ്മൾ ഈ ജാറിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിന് ശേഷം 500 മില്ലിക്ക് എത്രത്തോളം ക്രഷ് ഐസ് ആവശ്യമുണ്ടോ ആ ഒരു ക്രഷ് ഐസ് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് അടിക്കാം. ഓക്കെ, ഇപ്പോൾ മിക്സി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് അടിഞ്ഞു കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രൂട്ട് അടി അത്യാവശ്യം നല്ല കൊഴുപ്പ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നല്ല രീതിയിൽ അടിഞ്ഞ് തയ്യാറായി കഴിഞ്ഞാൽ മിക്സി നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്യാം. പിന്നീട് നമുക്ക് ഈ 500 മില്ലി ഗ്ലാസിന്റെ മുകൾ ഭാഗത്തായി ഇതുപോലെ ഈ ഒരു അണി റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് ഈ ഒരു അവക്കാഡോ ജ്യൂസ് ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു അവക്കാഡോ വിത്ത് ഹണി നട്ട്സ് സ്പെഷ്യൽ ജ്യൂസ് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.